ബൈക്കിന്റെ കേസ് പറഞ്ഞതുകൊണ്ടാണ്. ഓഫ് റോഡ് ബൈക്കാണ് കേട്ടോ, ഭയങ്കര അപകടകാരിയാണ്. അതൊരു ഇന്റർനാഷണൽ റൈഡറാണ്. ഞാനൊരു ഓഫ് റോഡ് ട്രെയിനർ റൈഡറാണ്. എനിക്ക് 5 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള ആ ഏജ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ ഓഫ് റോഡ് റൈഡർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോ അതായത് എല്ലാ സ്പോർട്സും നമ്മുടെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ പോലെ തന്നെ ഉള്ളതാണ് ഈ മോട്ടോർ സ്പോർട്സ് എന്ന് പറയുന്ന സ്പോർട്സ്. മറ്റുള്ള രാജ്യങ്ങൾ 4 വയസ്സിലും 3 വയസ്സിലും ഇത് ഉൾത്തലങ്ങളിൽ 160 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ബൈക്കിന്റെ കാര്യമാണ് പറയുന്നത്. കേരളത്തിന്റെ ആകെ ദൂരം 620 കിലോമീറ്ററേ ഉള്ളൂ. അല്ല, അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ ബൈക്ക് രമേശ് ഇങ്ങനത്തെ ബൈക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബൈക്ക് ഓടിക്കാനുള്ള ഒരു സംവിധാനം കൂടെ, ഒരു ട്രാക്ക് കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് അപകടം ഇവിടെ ഒഴിവാക്കാൻ പറ്റും. ഇതിനോട് സ്പീഡിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ ട്രാക്കിൽ നമുക്ക് ഓടിക്കാം. ട്രാക്കിൽ സ്പീഡിന് ജീവിതത്തോട് ഇൻട്രസ്റ്റ് ഉള്ളവർ റോട്ടിൽ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കില്ല. അപ്പൊ അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ല, ഈ ഇർഫാൻ തന്നെ ലൈവായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് മല ഇടിഞ്ഞു വരുന്ന കണ്ടൊരു വ്യക്തിയാണ്. അത് 2021 നമ്മുടെ നാട്ടിൽ ലാൻഡ് സ്ലൈഡ്, അതായത് ഇടുക്കിയിൽ ലാൻഡ് സ്ലൈഡ് നടക്കാണ്. നമുക്കറിയില്ല. നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ എറണാകുളത്ത് നിന്നാണ്, ഞാൻ ഇതേപോലെ ഗ്രൂപ്പിനെ കൊണ്ടുപോയി. ഇപ്പൊ അവര് പറഞ്ഞ പോലെ ഞാനൊരു കോർഡിനേറ്റർ ആണ്, ലീഡ് റൈഡർ ആണ്, ട്രെയിനർ ആണ്. അപ്പൊ ഞാൻ ഇവന്റുകൾ എല്ലാ മാസവും കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഓഫ് റോഡ് ഇവന്റുകൾ. അപ്പൊ ഇപ്പൊ ആള് ചോദിച്ചാൽ എങ്ങനെയാണ് 100 കണക്കിന് ചെറുപ്പക്കാരെ രംഗത്തിറക്കിയിട്ടുണ്ട്. അതായത് രംഗത്തിറക്കി ആള് പറഞ്ഞതിനൊരു പോയിന്റ് ഉണ്ട്. ഈ റൈഡാ പരിപാടി ആള് പറഞ്ഞതിനൊരു പോയിന്റ് ഉണ്ട്. അത് തന്നെയാണ് എന്റെ പരിപാടി, എന്റെ പ്രൊഫഷൻ അതാണ്, എന്റെ പാഷൻ തന്നെ ഞാൻ പ്രൊഫഷൻ ആക്കിയതാണ്. പ്രശംസയാണോ കളിയാക്കിയാണോ അതെനിക്കറിയില്ല, അത് ചോദിക്കണം. പക്ഷെ ഇതിലെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആള് ചോദിച്ചായിരുന്നു അവിടെ എന്ത് സംഭവിച്ചാൽ നിങ്ങൾ അറിയും. അപ്പൊ ആളൊരു സംസാരം കേട്ട ഒരു പ്രൊമോട്ടർ കൂട്ടുണ്ട്, അറിയില്ല. നമ്മളൊരു റെക്കെ റൈഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് ഇതിന്. അതായത് റൈഡ് പോണതിന് മുമ്പ് ആസ് എ ട്രെയിനർ, ആസ് എ ലീഡർ, ഞാനും എന്റെ ടീമിലുള്ള 1-2 പേരായിട്ട് ഞാൻ റെക്കെ റൈഡ് പോകും. റെക്കെ റൈഡ് എന്ന് പറയുന്നത് ഈ റൈഡ് നടക്കണതിന് ഒരാഴ്ചയോ അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് പോയിട്ട് അവിടുത്തെ കാലാവസ്ഥ, വെതർ കണ്ടീഷൻ നോക്കും. അവിടെ ഹോട്ടൽസ്, റൂംസ്, എമർജൻസി ആയിട്ട് ആംബുലൻസ്, ഹോസ്പിറ്റൽ, ഇതെല്ലാ സംവിധാനവും നമ്മളവിടെ സെറ്റ് ചെയ്യും. ബാക്കപ്പ് ജീപ്പ്, അതായത് എല്ലാം പഠിച്ചിട്ട് അവിടുത്തെ കോണ്ടാക്ട്സ് കളക്ട് ചെയ്യും. അതായത് ഒരു കോണ്ടാക്ട് അല്ല കളക്ട് ചെയ്യുന്നത്, 1-2 കളക്ട് ചെയ്യും. ഇപ്പോൾ ഒരാൾ അവിടെ വെച്ച് കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളെ കളക്ട് ചെയ്യും. ലൈനിൽ നമ്മൾ ആളെ നിർത്തും. അതായത് ജീപ്പുകാരെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യും. കാരണം ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇഷ്ടമുള്ളവരാ വന്നത്. അപ്പൊ അവർക്ക് ഈ സാധനം നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കും. കാരണം നമ്മൾ ഇതുകൂടെ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇന്ന് മാത്രം ഓഫ് റോഡ് ഓടിച്ചാൽ പോരാ, ഞങ്ങൾക്ക് ഇനിയും ഓടിക്കണം. അപ്പൊ അതിനുള്ള പ്രോസസ് മല ഇടിഞ്ഞു വീണത് 2021 നമ്മൾ ഇതുപോലെ രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിട്ട് മാറി നിന്ന് അതിനെ നേരിടാൻ പോയി. അതിനെ നേരിടാൻ പോയതല്ല, നേരിടേണ്ട അവസ്ഥ വന്നത്. കേരളത്തില് 2019 ആദ്യം ഫ്ലഡ് നടന്നെന്ന് തോന്നുന്നു. 2021 നടക്കുമ്പോഴത്തേക്കും സ്റ്റാർട്ടിംഗ് ടൈമാണ്. നമുക്കറിയില്ല. ഞാൻ എറണാകുളത്ത് നിന്ന് പോകുമ്പോൾ മഴയില്ല, മൂവാറ്റുപുഴയിൽ മഴയില്ല. തൊടുപുഴ എത്തിയപ്പോൾ മഴ തുടങ്ങി. നമുക്ക് കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. മഴ നമ്മൾ നോർമലി ഇടുക്കിയിലൊരു മഴ അത്രേ കണ്ടിട്ടുള്ളൂ. അതിനു മുമ്പൊന്നും മഴയൊന്നുമില്ല നമ്മുടെ നാട്ടില്. പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. നമ്മൾ പോയി തുടങ്ങിയപ്പോഴത്തേക്കും അന്ന് എന്റെ ഓർമ്മശരി എനിക്കൊന്ന് 21 വയസ്സെന്തേ ഉള്ളൂ. എന്റെ കൂടെ ഉള്ളത് 10-35 വയസ്സുള്ള ആളുകളാണ്. പക്ഷെ അത് തന്നെയാണ് എന്നെ പ്രചോദനമാക്കിയത്. ഇപ്പൊ ഈ ഒരു ട്രെയിനിങ് സെക്ഷനിലേക്കും അതുപോലെ ആളുകളെ കൊണ്ടുപോകാനും എനിക്ക് കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റി. ഇങ്ങനെ ഒരു ഇവന്റ് കൊണ്ടുപോയി നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അന്തരീക്ഷം മൊത്തത്തിൽ മാറി. മഴ ശക്തമായി, ലാൻഡ് സ്ലൈഡുകൾ സംഭവിച്ചു. അങ്ങനെ നല്ല ശക്തമായ ലാൻഡ് സ്ലൈഡ് നമ്മുടെ മുമ്പിൽ ഉണ്ടായി. പക്ഷെ അതായത് അവിടെയുള്ള വീട്ടിലേക്ക് മല ഇടിഞ്ഞു വരിക. നമ്മുടെ ഈ ഗോപ്രോ ക്യാമറ ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിരോധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ക്യാമറ നമ്മൾ വെച്ചുകൊണ്ട് നമുക്ക് ആ ഇടിഞ്ഞു വീണ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ കിട്ടില്ല. നമ്മൾ അതിന് ഷൂട്ട് ചെയ്യാവുന്നതല്ല. അപ്പൊ അവിടുത്തെ വീടുകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇറങ്ങി റോട്ടിൽ നിൽക്കാൻ നമ്മൾ അങ്ങനെ പോയത് കൊണ്ട് നമുക്ക് അവരെയും രക്ഷിക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ അവരൊക്കെ എന്റെ ഫ്രണ്ടിലല്ല, എന്റെ കൂടെയുള്ള ആളുകളാണ് ഇടിഞ്ഞു വീണത്. അതായത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മഴ കാരണം അവന് ഓടിക്കാൻ പറ്റാതെ മിസ്സായിട്ട് ഞാൻ തിരക്കി, ബാക്കിയുള്ളവരെ സേഫ് ആക്കിയിട്ട് ഞങ്ങൾ 2 പേര് അവരെ തിരക്കി വന്നപ്പോഴത്തേക്കുമാണ് ആളവിടെ സേഫ് ആയിട്ടുണ്ട്. അങ്ങനെ അവനുമായിട്ട് വന്ന വഴിക്കാണ് അവന്റെ ഫ്രണ്ടിൽ, അതായത് നമ്മൾ കുറച്ച് പാസ് ചെയ്ത് പോന്നു. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് അത് കവർ ചെയ്തു പോന്നു. അവിടെ ഉണ്ടായിരുന്ന ലോക്കൽസ് ആയിട്ടുള്ള ആൾ, അതായത് ആ നാട്ടിലെ ആളുകളെ നമുക്ക് അവിടെ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റി. പ്രകൃതി ഇങ്ങനെ കലുഷിതമായി നിൽക്കുന്നതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങ് രക്ഷപ്പെടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പ്രെഡിക്റ്റബിൾ അല്ലല്ലോ നമുക്ക് ഡെയിലി. ഇപ്പൊ ഞാൻ ഇന്നലെ മഴ ഉണ്ടായിട്ട് ഞാൻ ഇന്നാണ് ഈ പരിപാടിക്ക് പോയെങ്കിൽ ഓക്കെ. ഇത് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മഴയില്ല, നമ്മൾ ഈ വെതർ നോക്കും. ആദ്യമേ മഴയില്ലായിരുന്നു. ആദ്യമേ മഴയില്ല, ഇവിടെ നിന്ന് പോകുമ്പോൾ മഴയില്ല. ഞങ്ങൾക്ക് തൊടുപുഴ എന്നാ മഴ കിട്ടി തുടങ്ങുന്നത്. തിരിച്ചു പൊക്കൂടായിരുന്നു. മഴയാണെന്ന് പറഞ്ഞ ഇപ്പൊ ചേട്ടൻ വീട്ടിലേക്ക് പോണ വഴിക്ക് മഴയാണെന്ന് പറഞ്ഞാൽ തിരിച്ചു പോരോ? വീട്ടിൽ നിങ്ങൾ പോകാതിരിക്കുമ്പോഴാണ് അവിടേക്ക് സംഘങ്ങൾ എത്തേണ്ടി വരുന്നത്. അവിടേക്ക് പിന്നെ പോലീസ്, ഫയർഫോഴ്സ്, പട്ടാളം ഒക്കെ വരേണ്ടി വരുന്നത്.